ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമയത്തെക്കുറിച്ചാണ്. ടൈം ഡയമെൻഷൻ. എന്താണ് സമയം, എന്താണ് സമാൻ, കാലം എന്നൊക്കെ നമ്മൾ പറയാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സങ്കീർണമായ വിഷയമാണ്. കാലങ്ങളായി മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എത്ര പഠനം നടത്തിയിട്ടും മനസ്സിലാകാത്ത കാര്യമാണിത് എന്നൊക്കെ പറയാറുള്ളത് വസ്തുതയാണ്. ഇതിനെ ഏറ്റവും ലളിതമാക്കി ഹ്രസ്വമാക്കി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണിത്. സമയത്തെപ്പറ്റി പലതും നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. സമയത്തിനതീതം, സമയത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എങ്ങനെ സമയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുക? അതിനാദ്യം സമയം എന്ന് പറയുന്നത് എന്താണ്? ഈ സൂര്യന്റെയും ഭൂമിയുടെയും ഒക്കെ ചലനം കൊണ്ടുണ്ടാകുന്നതാണോ? ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സമയം ഉണ്ടാവില്ലേ? സൂര്യനെ പടക്കുന്നതിന് മുമ്പ് സമയം ഉണ്ടായിരുന്നു? പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള സമയം എന്തായിരുന്നു? അല്ലെങ്കിൽ സൂര്യനും ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിലുള്ള സമയം എങ്ങനെയാണ്? ഇങ്ങനെ തുടങ്ങി ടൈം ഡയലേഷൻ. നമുക്കറിയാം, ഒരാളുടെ സമയം 1 മണിക്കൂർ കഴിയുമ്പോൾ മറ്റേ ആളിൽ അരമണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ടൈം ഡയലേഷൻ സാധ്യമാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് നമ്മൾ സയന്റിഫിക് ഭാഗം വിവരിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? എങ്ങനെ ഒരാളുടെ ടൈം സ്പീഡും മറ്റൊരാളുടെ ടൈം സ്ലോയും ആകുന്നത്? സ്പീഡിൽ എന്ന് തോന്നുകയാണോ? യഥാർത്ഥത്തിൽ സമയത്തിനൊരു വേഗതയുണ്ടോ? ഇങ്ങനെ തുടങ്ങി സമയത്തെക്കുറിച്ച് വിശദമായ ചർച്ചകളും അന്വേഷണങ്ങളും കാലങ്ങളായി നടക്കുന്നതിൻ്റെ എല്ലാം ഒരു ആത്യന്തികമായ അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ ലളിതമായ ഉത്തരം ഇവിടെ ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നോക്കാം. ആദ്യമായിട്ട് എന്താണ് സമയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഈ സമയം കൊണ്ട് അർത്ഥമാക്കുന്നത്? സമയം നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, അല്ലേ? നമ്മളിവിടെ സമയത്തിലൂടെ സഞ്ചരിച്ചു പോവുകയാണ്. നമ്മളിവിടെ ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ആദ്യം ആക്ഷൻ കാണിച്ചതല്ല പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സമയത്താണ്, പിന്നെ മറ്റൊരു സമയമാണ്. ഇവിടെ സമയം എന്നതിനെ മാത്രം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക? ഇതിനൊരു തുടക്കമുണ്ടോ? ഇതിനൊരു ഒടുക്കമുണ്ടോ? ഇങ്ങനെ തുടങ്ങി സമയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എന്താണ് സമയം? ഈ കാണാനും കേൾക്കാനും കഴിയാത്ത ഈ സമയത്തെ മാത്രം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, മനസ്സിലാക്കാം എന്നതാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. ഇവിടെ സമയം എന്നതിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ട്. ഓരോ അർത്ഥങ്ങളും വ്യത്യസ്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറെ നമുക്ക് എളുപ്പമാകും. ഒന്നാമതായിട്ട് ഇപ്പൊ നമ്മളൊരാള് സമയം എത്ര എന്ന് ചോദിക്കും. സമയം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ വാച്ച് നോക്കിയിട്ട് 7 മണി എന്ന് പറഞ്ഞു കൊടുക്കും. ഇതൊരു സമയമാണ്, സമയത്തിന്റെ ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂമറിക്കൽ ടൈം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം, അഥവാ നമ്പർ വൽക്കരിച്ച സമയം. സമയത്തെ നമ്മൾ ഇന്ന് വളരെ കോമൺ ആയി സംഖ്യാവൽക്കരിച്ചുകൊണ്ട് ആണ് പറയാറും കേൾക്കാറും മനസ്സിലാക്കാറും ഒക്കെ ഉള്ളത്. സമയം രാത്രി 10 മണിയായി എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ആയിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാവും. രാവിലെ 6 മണിയായി, ഉച്ചക്ക് 1 മണിയായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയം മനസ്സിലാകാറുണ്ട്. അല്ലെങ്കിൽ 1 മണിക്കൂർ, 5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്തിന്റെ ഒരു ദൈർഘ്യം, ഒരു ഡ്യൂറേഷൻ, ഒരു ഇന്റർവെൽ എന്നൊക്കെ പറയാം. ഈ ഒരു സമയത്തിന്റെ ഈ ഡ്യൂറേഷനും നമുക്ക് നമ്പറിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. 35 മിനിറ്റ്, 10 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈ വീഡിയോ 15 മിനിറ്റാണ് ഉള്ളത്. 15 മിനിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാകും എന്നൊക്കെ നമുക്കറിയാം, അല്ലേ? അപ്പൊ സംഖ്യാവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഈ സമയം, ഇത് നമ്മൾ വളരെ കോമൺ ആയി ഉപയോഗിക്കുകയും അറിയുകയും ചെയ്യുന്നതാണ്. ഇത് വളരെ കാലങ്ങളായിട്ടൊന്നും ഇല്ല, അടുത്ത കാലത്താണ് ഈ സംഖ്യാവൽക്കരണം ആരംഭിച്ചിട്ടുള്ളത്. 1000 കൊല്ലം മുമ്പ് എത്ര മണിയായി, 4 മണി എന്ന് പറയുന്ന സംവിധാനം ഇല്ല. അന്ന് ഈ സമയമൊക്കെ ഇതേപോലെ തന്നെ ഉണ്ട്. 1000 കൊല്ലം മുമ്പ് പ്രപഞ്ചത്തിൽ ഇതേ 24 മണിക്കൂറും ഇതേ 5 മണിയും സൂര്യോദയവും നട്ടുച്ചയും രാത്രിയും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ സംഖ്യാവൽക്കരണം ഇല്ല എന്ന് മാത്രം.
ഇന്ന് നമുക്ക് സംഖ്യയിലൂടെ ഇതിനെ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വാച്ചിൽ നോക്കിയാൽ സമയം മനസ്സിലാകും. വാച്ചിൽ നോക്കിയാൽ ഇപ്പോൾ എത്ര മണിയായി എന്ന് മനസ്സിലാവും, അഥവാ ഏത് നേരമായി എന്ന് മനസ്സിലാവും. 1 മണിക്കൂർ സമയം അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം എന്ന് പറയുന്ന ആ ഡ്യൂറേഷനും നമുക്ക് വാച്ചിൽ നോക്കി ക്ലോക്കിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു അർത്ഥത്തെ നമുക്ക് ന്യൂമറിക്കൽ ടൈം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ഉണ്ടായിട്ട്. ഇത് വേണമെങ്കിൽ എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല. വേണമെങ്കിൽ ഇതിനെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് വേണമെങ്കിൽ ചില സമയം മാറ്റാം, പല രൂപത്തിലും ആക്കാം. പിന്നെ എല്ലാവരും കൂടി തീരുമാനിച്ചത് കൊണ്ടാണ് ഈ സമയം ഇന്ന് അംഗീകരിക്കപ്പെടുന്നത്. ഈ സമയം എല്ലാവരും കൂടി തിരുത്തി മാറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ മാറും അല്ലെ. ഈ സമയത്തിന്റെ അക്കം എന്താ പറയാ, നമ്പർ മാറും. ഇങ്ങനെ മാറ്റാൻ നമ്മളെല്ലാവരും തീരുമാനിച്ചാൽ മതി. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അതിന് അതോറിറ്റിയിൽ നിന്ന് തീരുമാനം വന്നാൽ മതി. ഒരു ദിവസം വേണമെങ്കിൽ 24 ഉള്ളതൊന്ന് റൗണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 20 മണിക്കൂർ കൊണ്ട് ഒതുക്കാം. ദിവസം തന്നെ ഒരു 20 മണിക്കൂർ. പിന്നെ 12 വരെ ക്ലോക്കിൽ വേണ്ട, 10 വരെ മതിയല്ലോ. 10 വരെയുള്ള 2 റൗണ്ട് അടിച്ചാൽ ഒരു ദിവസം കഴിയും. അങ്ങനെ ആക്കാലോ. പിന്നെ ഇപ്പൊ 60 മിനിറ്റ് കൂടുമ്പോഴാണ്, 60 മിനിറ്റിന്റെ ആ സമയം എടുക്കുമ്പോഴാണ് 1 മണിക്കൂർ നമ്മൾ കണക്കാക്കുന്നത്. അത് വേണമെങ്കിൽ ഒരു 100 റൗണ്ട് ആക്കി നമുക്ക് തിരിച്ച് റീസ്ട്രക്ചറിങ് ചെയ്യാം. ഈ എല്ലാ സാധനവും മനുഷ്യ നിർമ്മിതമാണ്. ഇതിനെ മനുഷ്യന് വേണമെങ്കിൽ റീസ്ട്രക്ചറിങ് ചെയ്യാം, മാറ്റിപ്പടിയാം എന്നർത്ഥം. അപ്പൊ ഒരു 100 മിനിറ്റിന്റെ ടൈം എത്തുന്ന ആ സമയത്തെ വേണമെങ്കിൽ 1 മണിക്കൂർ എന്ന് പേര് വിളിക്കുന്നു. 100 സെക്കൻഡ് എത്തുന്ന ആ സമയത്തെ 1 മിനിറ്റ് എന്ന് പേര് വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ മാറ്റി ഒന്ന് റൗണ്ട് ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു 20 മണിക്കൂർ ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന വിധത്തിൽ ഒന്ന് റീസ്ട്രക്ചറിങ് ചെയ്താൽ എല്ലാവരും ഇപ്പൊ എന്താ പറയാ, എല്ലാവരുടെ മൊബൈലൊക്കെ ഓട്ടോമാറ്റിക് ടൈമാണ്. അപ്പൊ അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 1 സെക്കൻഡോട് ടൈം മാറ്റാവുന്നതാണ്. അടുത്ത ജനുവരി 1 മുതൽ ടൈം ഇങ്ങനെ ആയിരിക്കും എന്നൊരു പ്രഖ്യാപനം ലോകത്ത് മുഴുവൻ സമയം മാറ്റുന്നതിനൊരു പ്രയാസമില്ല. ഈ സമയം നമുക്ക് അറിയുന്നതിനും പരിമിതികളുണ്ട്. ഇപ്പൊ നമ്മളൊരു റൂമിൽ കയറ്റി വാതിലടച്ചു, കയ്യിൽ വാച്ചും പരിസരത്ത് ക്ലോക്കും ഒന്നുമില്ല. അല്ലെങ്കിൽ ലോകത്ത് ഇവന്റെ കണ്ണിൽ ഒരു ക്ലോക്കും വാച്ചും ഇല്ലെങ്കിൽ കുറച്ചു നേരം ഊഹിക്കാൻ പറ്റും. 7 മണിക്കാണോ അവന്റെ കയ്യിൽ നിന്നല്ലേ ലോകത്തോ അവന്റെ പരിസരത്ത് നിന്ന് വാച്ചുകളും ക്ലോക്കുകളും എടുത്തു മാറ്റിയതെങ്കിൽ അവന് ഇപ്പൊ ഏകദേശം 8 മണിയായിട്ടുണ്ടാവും, ഇപ്പൊ ഏകദേശം 9 മണിയായിട്ടുണ്ടാവും. ഇങ്ങനെ 4-5 മണിക്കൂർ കഴിയുമ്പോൾ അവന്റെ പിടുത്തം കൊടുക്കും. കാരണം അവനക്ക് പിന്നെ അധികം കൃത്യമായി ഇത് പറയാൻ കഴിയില്ല, ഊഹിക്കാൻ കഴിയാത്ത വിധം ഈ ന്യൂമറിക്കൽ ടൈം അപ്രസക്തമാവും അല്ലേ. അപ്പൊ ഈ നമ്പർ വൽക്കരിച്ച സമയത്തിന് ഇത്രയേ അർത്ഥമുള്ളൂ. അതിന്റെ പരിധിയും പരിമിതിയും നമ്മൾ മനസ്സിലാക്കി. ഈ സമയത്തിന്റെ നിലവിലുള്ള സ്ട്രക്ചർ അങ്ങ് മാറ്റാൻ തീരുമാനിച്ചാൽ ഈ സമയം പോയിട്ട് വേറൊരു സമയം വരും. പിന്നെ ഇത് അറിയാനുള്ള ഈ ക്ലോക്കും വാച്ചുകളൊക്കെ എടുത്ത് മാറ്റിയാൽ അവന് കൃത്യമായി ഇത് അറിയാനുള്ള സംവിധാനവും ഉണ്ടാവില്ല. ഇതാണ് ഇപ്പൊ ന്യൂമറിക്കൽ ടൈം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്നാലും ഇവന് കുറെയൊക്കെ സമയം മനസ്സിലാക്കാം. എങ്ങനെ? ഇവന്റെ കണ്ണിൽ ക്ലോക്കുകളും വാച്ചുകളൊന്നും ഇല്ലെങ്കിലും നേരെ വിളക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഇപ്പൊ ഏകദേശം 6:30ക്കാണ് ഉദയം, ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഇപ്പോൾ 6:30 ആയിട്ടുണ്ടാവും. 6 മണിക്കാണ് അസ്തമയത്തിന്റെ സമയം, ഇപ്പോൾ ഇതാ സൂര്യൻ അസ്തമിക്കുകയാണ്. ഇപ്പോൾ നട്ടുച്ചയാണ്, സൂര്യൻ നേരെ മുകളിലുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ 1 മണിയായിട്ടുണ്ടാവും എന്നൊക്കെ സമയം അവന് പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ നേരത്തെ സമയത്തെ അവന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ നമ്പർ ഇല്ല എങ്കിലും സമയം ഇവിടെ ഓടുന്നുണ്ട്. സമയത്തിൽ യാതൊരു മാറ്റമില്ലാതെ സമയം പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂമറിക്കൽ ടൈം അല്ലാത്ത മറ്റൊരു ടൈം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നർത്ഥം അല്ലേ. ഇതിനെയാണ് രണ്ടാമത്തെ ടൈം അഥവാ ആസ്ട്രോണമിക്കൽ ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ എന്താ പറയാ ജ്യോതിശാസ്ത്രം, ഈ സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും ഒക്കെ ഭ്രമണം പരിക്രമണം, ഇതിൽ നിന്നും രൂപപ്പെടുന്ന ഒരു സമയ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ അവിടെ ഒരു ക്ലോക്ക് ഇല്ലെങ്കിലും 1000 കൊല്ലം മുമ്പ് ക്ലോക്ക് ഇല്ലെങ്കിലും 1000 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 2000 കൊല്ലം മുമ്പ്
ഇവിടെ ഇതേ സമയ വ്യവസ്ഥ ആസ്ട്രോണമിക്കൽ ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ ന്യൂമറിക്കൽ ടൈം ഉണ്ടാകുന്നതിന് മുമ്പേ ആസ്ട്രോണമിക്കൽ ടൈം. ഇനി ഈ ന്യൂമറിക്കൽ ടൈം നമ്മൾ മാറ്റാൻ തീരുമാനിച്ചാലും ആസ്ട്രോണമിക്കൽ ടൈം നമുക്ക് മാറ്റാൻ കഴിയില്ല. അത് ഇവിടെ നിൽക്കുന്നു. ഈ ക്ലോക്ക് വാച്ചൊന്നും ഇല്ലെങ്കിലും ആസ്ട്രോണമിക്കൽ ടൈം അഥവാ ഈ രാവിലെ ഉച്ച രാത്രി ഇങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ ഇതൊക്കെ ഈ ആസ്ട്രോണമിക്കൽ ടൈമിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. സൂര്യൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഭൂമി അതിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നു. ഈ സൂര്യനെ ചുറ്റും ഭൂമി ഇങ്ങനെ വലയം വെച്ച് പഴയ സ്ഥലത്തെത്തുമ്പോൾ ഒരു വർഷമാകുന്നു. നമ്മളിവിടെ ക്ലോക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു വർഷം എന്നുള്ളത് ആ സമയത്ത് നടക്കുക തന്നെ ചെയ്യും. ഇതാണ് ആസ്ട്രോണമിക്കൽ ടൈം. ഓക്കെ, ഈ ആസ്ട്രോണമിക്കൽ ടൈമിനും ഒരു ലിമിറ്റ് ഉണ്ട്. എന്താ ലിമിറ്റ്? നമ്മൾ സങ്കല്പിക്കുക. നമ്മൾ കുറച്ച് ഫിലോസഫിക്കലായിട്ടാണ് ടൈമിനെ പറ്റി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഭൂമിയുടെ കറക്കം പകുതി വേഗതയിലായാൽ ഒരു ദിവസം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് അടുത്ത ദിവസം ഉദിക്കാൻ 48 മണിക്കൂർ എടുക്കേണ്ടി വരും. അപ്പോ ഈ വേഗത കുറയുമ്പോൾ ഈ ആസ്ട്രോണമിക്കൽ ടൈം എന്ന് പറയുന്ന സമയം സ്ലോ ആകും അല്ലെ? ഭൂമി കുറച്ച് വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി, ഡബിൾ സ്പീഡിലായി 12 മണിക്കൂർ കൊണ്ട് ഭൂമി കറങ്ങുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഈ ദിവസം എന്ന് പറയുന്ന സമയം സ്പീഡാവും. രണ്ടാമത്തെ ആസ്ട്രോണമിക്കൽ ടൈം സ്പീഡാവും. അങ്ങനെ ഇതിന്റെ കറക്കവും ഒക്കെ വേഗത കൂടുകയും കുറയുകയും അനുസരിച്ച് ഈ സമയം, കാലം, മാസം, വർഷം എന്നൊക്കെ പറയുന്ന പദങ്ങൾ തീർത്തും അപ്രസക്തമാകും. വേറൊരു വേഗതയിൽ, ഒരു നിശ്ചിത വേഗതയിലാണ് പിന്നീട് സഞ്ചരിക്കുന്നതെങ്കിൽ പുതിയ ഒരു അർത്ഥത്തിലാണ് പിന്നീടുള്ള ആസ്ട്രോണമിക്കൽ ടൈം ഉണ്ടാവുക. ഇപ്പോഴുള്ള ദിവസമല്ല, അപ്പോഴുണ്ടാവുന്ന ദിവസം. ഇനി പുതിയ ഈ ഒരു ഓർഡറും ക്രമവും മാറി പുതിയൊരു ക്രമം തന്നെ വന്നില്ല എന്ന് വിചാരിക്കുക. അത് തന്നെ ഡിസോർഡർ ആയിട്ട് ചിലപ്പോൾ സ്പീഡിലാണ് കറങ്ങും, പിന്നെ മെല്ലെ കറങ്ങും, പിന്നെ സ്പീഡിൽ ഇങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ ഈ അർത്ഥത്തിലുള്ള സമയം തന്നെ ഇല്ലാതെയാവും അല്ലെ? പിന്നെ ഉച്ച രാത്രി എന്ന് പറയുന്നതിന് മാനില്ലാതാവും, അർത്ഥമില്ലാതാവും. ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതൊന്നും അല്ല നമ്മളെ ചർച്ച. മറിച്ച് ഈ സമയം എന്ന് പറയുന്നതിന്റെ അർത്ഥവും അതിന്റെ പരിധിയും പരിമിതികളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പോ രണ്ടാമത്തെ അർത്ഥത്തിലുള്ള സമയം, ഈ സമയത്തെ നമുക്ക് അറിയാതിരിക്കാൻ ഒരാളെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ റൂമിന്റെ ഉള്ളിൽ അകത്ത് വാതിലടിച്ചിട്ടു. ഇപ്പോ സൂര്യന്റെയും ഭൂമിയുടെയും ചലനം കൂടുകയോ കുറയൊന്നും ചെയ്യുന്നില്ല വേഗത. പക്ഷെ ഇതിനെ മനസ്സിലാക്കാതിരിക്കാൻ നമ്മൾ അയാളുടെ റൂമിന്റെ അകത്ത് അടച്ചിട്ടാൽ അയാൾ ഭക്ഷണവും വസ്ത്രവും അയാൾക്ക് വേണ്ട എല്ലാ സംവിധാനവും റൂമിൻ്റെ ഉള്ളിൽ തന്നെ. ജനല് തുറക്കുക തന്നെയല്ല, AC ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പുറം ലോകവുമായി യാതൊരു ബന്ധവും അയാൾക്കില്ല. അയാൾക്ക് സമയമാകുമ്പോൾ ഭക്ഷണം കൊണ്ടേ കൊടുക്കും, പിന്നെ എല്ലാത്തിനുള്ള സൗകര്യം ആ റൂമിൻ്റെ അകത്ത് തന്നെയുള്ളത്. എപ്പോഴും 24 മണിക്കൂറും ഒരു മങ്ങിയ വെളിച്ചം ബൾബോടെ ഇട്ടിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് ഉറങ്ങാം, എപ്പോൾ വേണമെങ്കിലും ഉണരാം. ഇങ്ങനെ അയാളെ സംവിധാനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചു നേരമൊക്കെ അയാൾക്ക് മനസ്സിലാകും. ഇപ്പൊ രാവിലെ 7 മണിക്കാണ് അയാള് പിന്നെ റൂമിൽ അടച്ചതെങ്കിൽ കുറെ നേരം കഴിയുമ്പോൾ ഇപ്പൊ ഉച്ചയായി ഉണ്ടാവും, ഇപ്പൊ രാത്രി ഉണ്ടാവും. രാത്രിയും പകലൊക്കെ അയാൾക്ക് ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം രാത്രി ആയിരിക്കും. അങ്ങനെ 2 ഉറക്കമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ യാതൊരു പിടുത്തവും കിട്ടില്ല. ഇപ്പൊ രാത്രിയാണോ പകലാണോ എന്ന് പോലും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലേ? അപ്പോ ഈ സൂര്യന്റെയും ചലനത്തെയും ഉച്ചയുടെയും രാത്രിയുടെയും ഒക്കെ കറക്കം കാണാനുള്ള സംവിധാനമില്ലെങ്കിൽ അയാൾക്ക് ഈ ആസ്ട്രോണമിക്കൽ ടൈം എന്ന് പറയുന്ന രണ്ടാമത്തെ ടൈം മനസ്സിലാക്കാനും കഴിയില്ല എന്ന് ചുരുക്കം. ഓക്കെ, ഇപ്പൊ ഈ 2 ടൈം എന്താണെന്ന് മനസ്സിലായല്ലോ. അതിന്റെ പരിമിതികളും അതിന്റെ വ്യാപ്തിയും ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് ചർച്ചയിലേക്ക് കൊണ്ടുപോകാം. ഇയാൾക്ക് ഈ റൂമിൽ അടഞ്ഞു കിടക്കുന്ന വ്യക്തി, അയാൾക്ക് സൂര്യനെയും രാത്രിയെയും പകലിനെയും ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും അയാൾക്ക് സമയം മനസ്സിലാക്കാനുള്ള ചെറിയൊരു പഴുത് അവിടെ ഉണ്ട്. എങ്ങനെ? ബയോളജിക്കൽ ടൈം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം. രാവിലെ 7 മണിക്കല്ലേ അയാൾ റൂമിലടച്ച് വാതിലടച്ച് അയാളുടെ റൂമിൽ അകത്ത് കുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇയാൾ കൃത്യമായി എന്നും രാവിലെ 7 മണിക്ക് നാസ്ത കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ്.
പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് 1 മണിയാകുമ്പോഴാണ് കഴിക്കുക. 1 മണിയാകുമ്പോൾ വയറിൽ നിന്ന് കര ശബ്ദം കേൾക്കും. പിന്നെ രാത്രി ഡിന്നറിന്റെ ടൈം ആകുമ്പോൾ 8 മണിക്ക് അയാളുടെ വയറിൽ നിന്നൊരു കാള് വരും, ഒരു വിശപ്പ് വരും. ഇത് അയാൾ വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു സംവിധാന സിസ്റ്റം, ഒരു ടൈം ടേബിൾ ആണെങ്കിൽ ഇയാൾക്ക് കൃത്യം 1 മണിയാകുമ്പോൾ ശരീരത്തിൽ നിന്ന് ചെറിയ ഒരു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യം 1 മണിയാകുമ്പോൾ അതിന് സൂര്യനെ കാണേണ്ട കാര്യമില്ല, ഉച്ചയുടെ വെയിലും രാത്രിയുടെ ഇരുട്ടും ഒന്നും അറിയേണ്ട കാര്യമില്ല. ടൈം ആകുമ്പം അത് വിശപ്പ് വന്നോളും. ഡിന്നറിന്റെ ടൈം ആകുമ്പോൾ അതിന്റെ വിശപ്പിന്റെ ടൈം വരും. ഒരു കൃത്യമായ ടൈമിലാണ് അയാൾ പിന്നെ ടോയ്ലറ്റിൽ പോയിരുന്നെങ്കിൽ ആ ടൈം ആകുമ്പോൾ അയാൾക്ക് അതിന് ഉള്ള തോന്നലുണ്ടാകും. അപ്പൊ ഇയാൾക്ക് ബയോളജിക്കൽ ക്ലോക്ക് വെച്ചുകൊണ്ട് വേണമെങ്കിൽ സമയം മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി പഴുത് അവിടെയുണ്ട്. അപ്പോൾ ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെയുള്ള ടൈം ഇത്ര മണിക്കൂറാണ്. ഇപ്പോൾ അടുത്ത വിശപ്പാകുമ്പോൾ അതിൻ്റെ ഇടയിൽ 5 മണിക്കൂർ കഴിഞ്ഞു എന്ന് ഇയാൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഇപ്പോൾ രാത്രിയാണ് എന്ന് ഇയാൾക്ക് കണ്ടെത്താൻ കഴിയും. ഇത് ദിവസങ്ങളോളം തുടർന്നു കൊണ്ട് പോകാൻ കഴിയും. ഓക്കെ, അപ്പോ രണ്ടാമത്തെ സമയം അസ്തമിച്ചാലും മൂന്നാമത്തെ സമയം എന്ന് പറയുന്ന ബയോളജിക്കൽ ക്ലോക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബയോളജിക്കൽ ക്ലോക്കിന്റെ വിശാലത നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇതിന്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കബളിപ്പിക്കാൻ പറ്റും. ഇപ്പൊ 2 പേര് ഒരേ ഇരട്ട കുട്ടികളാണ് സങ്കല്പിച്ചത്. 2 പേരെ 2 റൂമിനകത്താക്കി. 2 പേര് ഒരേ ടൈമിലാണ് നാസ്തയും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഡിന്നറൊക്കെ കഴിച്ച് ഒരേ ടൈം ഷെഡ്യൂളാണ് ഇവർക്ക് 2 പേർക്കുള്ളത്. ഓക്കെ, ഒരാൾക്ക് 1 മണിക്കാണ് 2 പേരും ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഒരാൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത് 5 മിനിറ്റ് ലേറ്റ് ആക്കിയിട്ട് 1:05 കൊടുക്കുന്നത്. മറ്റേ ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് 12:55, 5 മിനിറ്റ് നേരത്തെ. ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ചെറിയ 5 മിനിറ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. 2 പേരും കൃത്യം ആ കൊണ്ടുവന്ന സമയത്ത് ഭക്ഷണം കഴിക്കും. അടുത്ത ആൾക്ക് വീണ്ടും കുറച്ച് ചെറുങ്ങനെ 5 മിനിറ്റ് ലേറ്റ് ആക്കി, ഇയാൾക്ക് 5 മിനിറ്റ് നേരത്തെ ആക്കി. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുകയാണെങ്കിൽ ഈ 5 മിനിറ്റ് ശരീരത്തിന് ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബയോളജിക്കൽ ക്ലോക്ക് പരാജയപ്പെടും. അങ്ങനെ ഒന്നാമത്തെ ആളുടെ ടൈം അയാൾ കണക്ക് കൂട്ടുന്നതനുസരിച്ച് വേണമെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ 3 മണിക്കൂർ ശേഷമായിരിക്കും അയാൾ പിന്തിയ സമയമായിരിക്കും അയാൾ കണക്കൂട്ടുന്നുണ്ടാവുക. എന്നാൽ രണ്ടാമത്തെ ആൾ 3 മണിക്കൂർ മുന്നോട്ടുള്ള ടൈമായിരിക്കും കണക്കൂട്ടുന്നുണ്ടാവുക. 2 പേരുടെയും ടൈമിൽ 6 മണിക്കൂർ ഡിഫറൻസ് വന്നു. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ ടൈമിനെയും നമുക്ക് കബളിപ്പിക്കാൻ, അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ തെറ്റിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈ 3 അർത്ഥത്തിലുള്ള ടൈം എന്താണെന്നും അതിൻ്റെ പരിധികൾ ലിമിറ്റേഷനൊക്കെ മനസ്സിലാക്കിയാലും എന്നാൽ ഈ 3 അർത്ഥത്തിലുള്ള ടൈമിനെയുമല്ല സയൻസ് ടൈം എന്ന് വിളിക്കുന്നത്. ഇതൊന്നും മാറിയാലും സയൻസിന്റെ കണ്ണിലുള്ള ടൈം എന്ന് പറയുന്നത് മാറുകയില്ല. അതിനൊരു കൃത്യമായ ഡ്യൂറേഷൻ അത് പോകുന്നുണ്ട്. എന്താണ് അപ്പോൾ സയന്റിഫിക് ടൈം? ഇന്നത്തെ വീഡിയോയുടെ ടൈം ലേറ്റ് ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടൈമുകൾ, ഫിലോസഫിക്കൽ ടൈമുകളൊക്കെ അടുത്ത സെഷനിൽ നമുക്ക് അവതരിപ്പിക്കാം.